അടുത്ത സെഗ്മെൻ്റായിട്ടുള്ള സ്റ്റോക്ക് ന്യൂസിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഇപ്പോൾ പാദഫലം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്യൂ സൂപ്പർ മാർക്കറ്റാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റവന്യൂവിൽ ഏകദേശം 13.3% വർധനവ് കാഴ്ചവെച്ചുകൊണ്ട് 18,101 കോടി രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലാഭം പരിശോധിക്കുകയാണെങ്കിലും 18.3% ഒരു വർധനവുണ്ടായിട്ടുണ്ട്. കമ്പനിയുടെ എബിഡയിലേക്ക് വരുമ്പോഴും 20.2% ഒരു വർധനവ്. അതായത് ഈ ഒരു റീറ്റെയിൽ സെഗ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു റിസൾട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ഒരു ഓഹരിയുടെ ടെക്നിക്കൽസ് പരിശോധിക്കുമ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത്? നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ സെൽ ഓഫ് ആണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു ഓഹരിയിൽ 2.52% മുന്നേറ്റം കറൻലി കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ടെക്നിക്കൽ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ അത്ര സ്ട്രോങ് അല്ല. അതായത് ഇമ്പോർട്ട് ലെവലായ 4,500 എന്ന ലെവലിൽ നിന്ന് ഒരു ബ്രേക്ക് ഡൗൺ ആയിരുന്നു റീസെൻ്റ്ലി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എക്സാക്ട് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 13th സെപ്റ്റംബറിലാണ് ഒരു സെൽ ഓഫ് നടന്നത്. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് ബിയറിഷ് ഫേസിൽ, അതായത് ബിയറിഷ് ക്യാൻഡിൽസ് കണ്ടിന്യൂസ് ആയി ഈ ഒരു സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ലാസ്റ്റ് 5 days ആയിട്ട് ഒരു ബോട്ടം ലെവലിൽ ഒരു മൊമെൻറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കൺഫേം ചെയ്യണമെങ്കിൽ ഒരു ഡോ തിയറി പ്രകാരമുള്ള ഒരു ഹയർ ഹൈ പാറ്റേൺ ഫോം ചെയ്യണം. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ റാലി എക്സ്പെക്ട് ചെയ്യാം. കൂടാതെ 4,500 എന്നത് നിയർ ടേം ടാർജറ്റായി ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്.